ഓക്കെ, ഹായ് സമീന. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആൻസൈറ്റി, നമുക്കൊരു മോട്ടിവേഷനൊക്കെ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ എന്ത് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? എന്ത് ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത് തിരിച്ച് മോട്ടിവേഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി? നമ്മളിങ്ങനെ ചില സമയത്ത് ഇരിക്കുമ്പോൾ പഠിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ഉറങ്ങും. ഓക്കെ, ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് പഠിക്കില്ലേ? അത് കൊള്ളാം. ഉറങ്ങും, ഒരു പവർ നാപ്പൊക്കെ പോലെ. വേറെ? വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുക, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. എക്സാമിന് പൊട്ടുന്നത് ആലോചിക്കുക. ഓക്കെ, കുറച്ച് ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കും. ഗുഡ് ഗുഡ് ഗുഡ്. വേറെ? ഇത്രയേ ഉള്ളോ? പാട്ടൊന്നും കേൾക്കുന്ന ആരുമില്ല? ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് ടൈം ഇല്ല. അങ്ങനെ മീൻസ് ടൈം ഇല്ലാഞ്ഞിട്ടും എഫേർട്ട് എടുത്ത് പഠിക്കുന്നവർക്ക് ഭയങ്കര ചാൻസ് കൂടുതലാണ് കിട്ടാൻ. സീരിയസ് ആയിട്ട്. നമ്മൾ അതിനെയും ചാലഞ്ച് ചെയ്തല്ലേ പഠിക്കുന്നത്. അപ്പോൾ കിട്ടും കേട്ടോ. ബുഹായിസ. എനിക്കറിയില്ല കേട്ടോ ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ. ബുഹായിസ. ഓക്കെ. ബുഹൈസ. ബുഹൈസ. ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികളുണ്ട് 4 ആള്. ആണോ? ടൈമില്ല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ശരിയാവും. പക്ഷെ അങ്ങനെ പഠിക്കുന്നവർക്കാണ് കിട്ടണത്. എഫേർട്ട് എടുക്കല്ലേ, നിങ്ങൾ ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനും കൂടെ ചാലഞ്ച് ചെയ്താണ് പഠിക്കുന്നത്. കിട്ടും, പേടിക്കണ്ട. വേറെ എന്താ ചെയ്യും? വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പാട്ട് കേൾക്കാറില്ല ആരും? പാട്ടൊക്കെ കേട്ട്, ഒരു മോട്ടിവേഷണൽ പാട്ടൊക്കെ കേട്ട് തിരിച്ച് പഠിക്കുന്ന ആരുമില്ല? പാട്ട് കേട്ടാ പിന്നെ പാട്ടിനെ കേട്ടോണ്ടിരിക്കും. ആണോ? ഓ, എന്റെ ടെക്നിക്ക് ഇതാണ്. ഞാൻ പാട്ട് കേൾക്കും. മറ്റേ തനിയൊരുവനൊക്കെ ഇല്ലേ, തനിയൊരുവൻ, പാത്തിക്കിച്ച്, ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചങ്ങ് പിടിക്കും മോട്ടിവേഷൻ. നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊരു മെയിൻ ക്യാരക്ടർ പോലെയൊക്കെ ആയിട്ട് എല്ലാം പറ്റും എന്നൊക്കെ ഉള്ളൊരിത്. ഞാൻ പാട്ട് കേട്ടാ പഠിക്കാറ്. ഞാനും അങ്ങനെയാണ് കേട്ടോ. അയ്യോ, എന്നിട്ട് പഠിച്ചത് മറക്കും, പിന്നെ പാട്ടിന്റെ ലൈൻസ് ആവും മനസ്സിൽ. ഓക്കെ ഓക്കെ. യൂട്യൂബ് കാണും, അത് നല്ലതാണ്. യൂട്യൂബ് ഞാനും അങ്ങനെ കേട്ടോ. ഞാൻ ഇടയ്ക്ക് പഠിച്ചിട്ട് ബോറടിക്കുമ്പോൾ ചില സമയത്ത് ഷോർട്സ് ഒക്കെ കാണും. ശരി, ഞാനും അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരൊക്കെ വന്നു തോന്നുന്നു. ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് ഏത് പഠിപ്പിക്കുമെന്നായിരുന്നു? ഒബ്വേഷന് കൺവേർഷൻ. ഒബേഷൻ. ഒബേഷനും കോൺട്രാപ്പൊസിഷനും. അപ്പോൾ ഞാൻ ഇന്ന് രണ്ടും കൂടെ എടുക്കാൻ നോക്കാം. തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ആണ് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു 1 hour ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഇല്ലെങ്കിൽ വേറൊരു ടീച്ചറും കൂടെ ഉണ്ടെന്ന് തോന്നല്ലോ, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞാലും അത്രയ്ക്ക് നിങ്ങൾക്ക് വേണം തോന്നുവാണെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ നമുക്ക് ഒബ്വേഷൻ പഠിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ബുഹായിസ, നൈന, പറ്റുമെങ്കിൽ ആരെങ്കിലും ഒരാൾ വീഡിയോ ഒന്ന് ഓണാക്കാമോ? നീന, നീന നവാസ്, നൈന, എനിക്ക് നിങ്ങളെ 3 പേരെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഇനി ആ എക്സ്പ്രഷൻ വെച്ച് പിടിച്ചോളാം. ഓക്കെ. ഒബ്വേഷൻ നമ്മൾ കൺവേർഷൻ പഠിച്ചു കഴിഞ്ഞു. ഒബ്വേഷനും അതേപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഒബ്വേഷനും. സത്യം പറഞ്ഞാൽ കൺവേർഷനേക്കാൾ സിമ്പിളാണ് ഒബ്വേഷൻ. ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ എക്സാമിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കാണും. നമ്മൾ എങ്ങനെ ഓപ്ഷൻസിൽ നോക്കുന്നത്? ആദ്യം കൺവേർഷൻ ഇട്ട് വെക്കും. ആ ഓപ്ഷനിൽ കൺവേർഷൻ്റെ ആൻസർ ഇല്ലെങ്കിൽ അടുത്ത ഒബ്വേഷൻ ഇട്ട് കൊടുക്കും. പിന്നെ കോൺട്രാപ്പൊസിഷൻ ഇട്ട് വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ആദ്യം ഒബ്വേഷനാണ് ഇട്ട് നോക്കുന്നത്. കാര്യം എനിക്ക് കൺവേർഷനേക്കാളും കുറച്ചും കൂടി ഇഷ്ടവും ഈസി ആയിട്ട് തോന്നിയത് ഒബ്വേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഒബ്വേഷൻ നോക്കാം നമുക്ക്. ഒബ്വേഷൻ എന്താണ്? കൺവേർഷനെ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡയറക്റ്റ് കൺക്ലൂഷനിൽ എത്താനുള്ള ഒരു ടെക്നിക്ക്, ഇല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്വേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷനിൽ നിന്ന് ഡയറക്റ്റ് കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു മെത്തേഡ്. ഇനി നമുക്ക് നോക്കാം റൂൾസ്. റൂൾസ് നോക്കിക്കോ.
എന്തായിരിക്കും റൂൾസ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. റോസ് ഈസ് റെഡ് ആണെങ്കിൽ റോസ് സബ്ജക്റ്റും, പിന്നെ ആരുടെയോ എൻ്റെ അടുത്ത് സംസാരിച്ചാണോ സാനിയ? ഓക്കെ, സബ്ജക്റ്റ് റോസും പ്രെഡിക്കേറ്റ് റെഡും ആണ്. ഓക്കെ, അതൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നിങ്ങൾക്ക് അറിയാം. ഇതിലും അത് മാത്രമേ ഉള്ളൂ അറിയാത്തതായിട്ട്. പിന്നെ ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവിലെ ക്വാളിറ്റി എന്താണ്? പോസിറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഇതാണ് ക്വാളിറ്റി. ക്വാണ്ടിറ്റി എന്താണ്? യൂണിവേഴ്സൽ ഇല്ലെങ്കിൽ പർട്ടിക്കുലർ. ഓക്കെ, അതാണ് ക്വാണ്ടിറ്റി. ഇപ്പം ക്ലിയർ ആണല്ലോ. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഈ കുറച്ച് കാര്യങ്ങളുള്ളായിരുന്നു. സബ്ജക്റ്റ് അറിയാം, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ്. റോസ് ഈസ് റെഡിൽ റോസ് സബ്ജക്റ്റ്, റെഡ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്. ഇത്രയും പ്രപ്പോസിഷൻ നമുക്കറിയാം. അതിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അഫർമേറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ. ഓക്കെ, ഇനി ഇതിൽ കോൺട്രഡിക്റ്ററി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് റൂൾ നോക്കേ. ടേക്ക് ദ കോൺട്രഡിക്റ്ററി ഓഫ് ദ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ആ ഒരു ഇപ്പോൾ എന്താ പറയാ, എന്ത് പറയും ഞാനിപ്പോൾ, ഗുഡ് എന്നാണ് പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ. ഗുഡ് എന്നാണ് പ്രെഡിക്കേറ്റ്. കോൺട്രഡിക്റ്ററി ഓഫ് ദ പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ നോൺ ഗുഡ്, NON. കോൺട്രഡിക്റ്ററിയിൽ NON കൊടുക്കണം, NON. ഓക്കെ, NON, അതാണ് കോൺട്രഡിക്റ്ററി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റൂൾ എന്താണ്? നമ്മൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് ആ സബ്ജക്റ്റ് തന്നെ കീപ് ദ സെയിം സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് തന്നെ കൺവേർഷനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതേണ്ട ആവശ്യമില്ല, അതേ സബ്ജക്റ്റ് തന്നെ. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ പ്രെഡിക്കേറ്റ് ഏതാണോ തന്നിരിക്കുന്നത് ആ പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ ഒരു നോൺ എന്നിട്ട് കൊടുക്കണം, NON. ഓക്കെ, NON. ഇപ്പം ഞാൻ അങ്ങോട്ട് എക്സാമ്പിളിൽ പോകുമ്പോൾ പിയുടെ മണ്ടയ്ക്കൊരു വര ഇട്ടേക്കും. ഇതാണ് സത്യത്തിൽ സിമ്പിളൈസ് ചെയ്യുന്നത്. പിയുടെ മണ്ടയ്ക്കൊരു ചെറിയ വര. ഓക്കെ, അതിൻ്റെ അർത്ഥം നോൺ പി എന്ന് എഴുതുക, സിമ്പിൾ. പിന്നെ അതിന് ശേഷം എന്താ? ക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തിലാണ് കിടക്കുന്നത്? പോസിറ്റീവിലാണ് കിടക്കുന്നതെങ്കിൽ അത് എന്തോത്തിലോട്ട് പോകും? നെഗറ്റീവിലോട്ടാവും. ക്വാണ്ടിറ്റി റിമൈൻസ് ദ സെയിം. യൂണിവേഴ്സൽ ആണെങ്കിൽ യൂണിവേഴ്സൽ മാത്രമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ എൻ്റെ സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. എങ്ങോട്ട് മാറുമായിരിക്കും അത്? ക്വാണ്ടിറ്റി മാറില്ല. എന്താ മാറുന്നത്? ക്വാളിറ്റി മാറും. അപ്പൊ എങ്ങോട്ട് പോകും? യൂണിവേഴ്സൽ നെഗറ്റീവ് പോകും. മനസ്സിലായോ? എയിൽ നിന്ന് ഇയിലോട്ട് പോകും. അത് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ട് റൂൾസും കൂടെ അപ്ലൈ ചെയ്യണം. സബ്ജക്റ്റ് സെയിം ആയിരിക്കും. ആ പ്രെഡിക്കേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു നോൺ എന്നിട്ട് കൊടുക്കുക, സിമ്പിൾ. ഓക്കെ, ഒന്നൊന്ന് നോക്കി നോക്ക്. സബ്ജക്റ്റ് സെയിം വെക്കുക, പ്രെഡിക്കേറ്റ് കോൺട്രഡിക്റ്ററി എടുക്കുക, ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക, ക്വാണ്ടിറ്റി സെയിം ആക്കുക. ഓക്കെ, ആരെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ക്ലിയർ ആണ്. നമുക്ക് നോക്കാം അടുത്ത. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ SAPയുടെ അർത്ഥം എന്താ? ഓൾ SESP അല്ലെങ്കിൽ ഓൾ വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്. അത് നമ്മളുടെ റൂൾസ് അപ്ലൈ ചെയ്യാണ്. റൂൾസ് സബ്ജക്റ്റ് അതേപോലെ ഞാൻ വെച്ചു, SS പോലെ തന്നെ വെച്ചു. പിന്നെ അടുത്തത് ക്വാണ്ടിറ്റി മാറരുത്. ക്വാണ്ടിറ്റി എന്താണ്? അപ്പൊ യൂണിറ്റിൽ തന്നെ എനിക്ക് നിർത്താൻ പറ്റൂ. പിന്നെ അടുത്ത എന്താണ്? എൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാറ്റാം. അപ്പോൾ ഇവിടെ അഫർമേറ്റീവ് ആണ് കിടന്നത്, എന്തോത്തിലോട്ടാക്കാം? നെഗറ്റീവിലോട്ടാക്കാം. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? യൂണിവേഴ്സൽ നെഗറ്റീവ് ആക്കി. പിന്നെന്താണ് അടുത്ത റൂള്? കോൺട്രഡിക്റ്ററി ഓഫ് ദ പ്രെഡിക്കേറ്റ് എടുക്കണം. അതിന് മണ്ടയ്ക്കാണ് പിക്ക് മണ്ടയ്ക്കൊരു മുകളിലൊരു സത്യത്തിൽ ഒരു വരയാണ്. ഓക്കെ, വര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഓൾ SES P എന്നുള്ളത് എന്തായി മാറും? നോ SES നോൺ പി ആയി മാറും. നോ SES നോൺ പി എന്നായി മാറും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യേ. ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ്. ഏത് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഒബ്വേർട്ട് ചെയ്യണം. ഒബ്വേർട്ട് ചെയ്തു നോക്കൂ. ഓൾ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. ഗുഡ്. അതെങ്ങനെ വന്നേ? ഓൾ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ റൂൾ അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ക്വാണ്ടിറ്റിയിൽ യൂണിവേഴ്സലി വേറൊരു കിടക്കുന്നത് ആരാ? നോ അയ്യോ, ഓൾ എന്നാണോ പറഞ്ഞത്? നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ് കേട്ടോ. ഓക്കെ, നോ ജഡ്ജസ്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തരുത്. എന്തിൽ ചേഞ്ച് വരുത്തണം? ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തണം. പിന്നെ ലോയേഴ്സിന്റെ ഫ്രണ്ടിൽ ഒരു നോൺ കൊടുക്കണം.
അത്രേ ഉള്ളൂ ഇത് സംഭവം. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. നോൺ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. ഓക്കെ, അത് ക്ലിയർ ആണോ? എനിക്ക് തോന്നുന്നു കിട്ടുന്നുണ്ടെന്ന്. ആരൊക്കെയോ ചാറ്റിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓൾ ജഡ്ജസ് നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. കിട്ടാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ആദ്യത്തെ നമ്മളുടെ സംഭവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് അതേപോലെ വെക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു? പ്രെഡിക്കേറ്റിന്റെ കോൺട്രഡിക്റ്ററി എടുക്കുക. അതുകൊണ്ടാണ് നോൺ ലോയേഴ്സ് എന്ന് വന്നത്. നോൺ ലോയേഴ്സ് എന്ന് വന്നത്. പിന്നെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യണം. ഇവിടെ എന്തിലാണ് കിടക്കുന്നത്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഞാൻ ചേഞ്ച് ചെയ്തെടുത്ത് എന്തിനാ? യൂണിവേഴ്സൽ നെഗറ്റീവിലോട്ട്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നോ എന്ന് വന്നത്. പിന്നെന്താ വരുന്നത്? ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ആവണം. ക്വാണ്ടിറ്റി യൂണിവേഴ്സിൽ തന്നെ കിടക്കുന്നത്. യൂണിവേഴ്സൽ നെഗറ്റീവിലോട്ടാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ ആൻസർ എന്ത് വരും? ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ് എന്നുള്ള ആൻസർ നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. നോൺ ലോയേഴ്സ്. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. ഓക്കെ, എന്താണ് അതിനെ? ക്ലിയർ അല്ലേ നൈന? ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഈ പ്രപ്പോസിഷന്റെ കൺവേർഷൻ നോക്കാം. ഈ പ്രപ്പോസിഷനിൽ നമ്മൾ സെയിം കാര്യം ചെയ്യണം. സബ്ജക്റ്റ് സെയിം ആക്കി വെക്കണം. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? കോൺട്രഡിക്റ്ററി ഓഫ് ദ പ്രെഡിക്കേറ്റ്. അതുകൊണ്ടാണ് പിയുടെ മുകളിലൊരു വര അല്ലെങ്കിൽ നോൺ പി എന്ന് കൊടുക്കണം. അതിനുശേഷം ഇത് ഏത് ഇതിലാണ് കിടക്കുന്നത്? യൂണിവേഴ്സൽ നെഗറ്റീവിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ക്വാണ്ടിറ്റി മാറ്റാൻ പറ്റില്ല, യൂണിവേഴ്സൽ തന്നെ ആക്കണം. പിന്നെ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്താ? ക്വാളിറ്റി. അപ്പം ഞാൻ എന്ത് ചേഞ്ച് ചെയ്തു? നെഗറ്റീവിലായിരുന്നു എൻ്റെ സെൻറ്റൻസ് കിടക്കുന്നത്. ഞാൻ എന്തോത്തിലോട്ടാക്കി? പോസിറ്റീവിലോട്ടാക്കി. അപ്പം എന്ത് വരും? നോ എസ് ഈസ് പി എന്നുള്ളത് ഓൾ എസ് ഈസ് നോൺ പി എന്നാവും. ഇവിടെ നിന്ന് ചെയ്തു നോക്കേ. നോ വുമൺ ആർ ഏഞ്ചൽസ്. സത്യത്തിൽ ഏഞ്ചൽ ആണ് കേട്ടോ. നോ വുമൺ ആർ ഏഞ്ചൽസ്. ഓക്കെ, നോ വുമൺ ആർ ഏഞ്ചൽസ്. ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് പറയേ. നൈന വോയിസ് ഓൺ അല്ലേ? നൈന പറഞ്ഞു ഓക്കെ. നോ വുമൺ ആർ ഏഞ്ചൽസ്. All women ആ is non-angels. ഓക്കെ ഓക്കെ, ഓൾ വുമൺ ആർ നോൺ ഏഞ്ചൽസ്. ഗുഡ്. അതെങ്ങനെ മനസ്സിലായല്ലോ എങ്ങനെയാ വരുന്നതെന്ന്? ഒന്നുമില്ല, നമ്മളത് നേരെ അങ്ങ് അപ്ലൈ ചെയ്തു. സബ്ജക്റ്റ് അതേപോലെ വെച്ചു. പ്രെഡിക്കേറ്റിന്റെ ഫ്രണ്ടിൽ നോൺ ഏഞ്ചൽസ് എന്ന് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു? യൂണിവേഴ്സിൽ തന്നെ എനിക്ക് വെക്കണം. അപ്പോൾ യൂണിവേഴ്സിലുള്ള വേറൊരു ക്വാളിറ്റി ചേഞ്ച് ഉള്ളത് ആകെപ്പാട് ആരേ ഉള്ളൂ? യൂണിവേഴ്സൽ നെഗറ്റീവേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? അല്ല, യൂണിവേഴ്സൽ അഫർമേറ്റീവേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഓൾ വുമൺ ആർ നോൺ ഏഞ്ചൽസ്. ഓൾ വുമൺ ആർ നോൺ ഏഞ്ചൽസ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി കൺവേർഷൻ ഓഫ് ഐ പ്രപ്പോസിഷൻ നോക്കാം. കൺവേർഷൻ ഓഫ് ഐ, കൺവേർഷൻ അല്ല കേട്ടോ, ഒബ്വേർഷൻ ആണ്. അയ്യോ, ഞാൻ ഇതിന്റെ മുകളിലൊക്കെ കൺവേർഷൻ ആണ് എഴുതിയേക്കുന്നത്. സോറി കേട്ടോ, ഞാൻ സെയിം ഇതിൽ ചെയ്തതാണ്. ഓക്കെ, ഒബ്വേർഷൻ ഓഫ് ഐ പ്രപ്പോസിഷൻ. ഒബ്വേർഷൻ ഓഫ് ഐ പ്രപ്പോസിഷൻ. ഓക്കെ, നോക്ക്. SIP SOPയിലോട്ടാവും. SIP SOPയിലോട്ടാവും. എന്താ സംഭവിക്കുന്നത് അവിടെ? സബ്ജക്റ്റ് ആയിട്ട് തന്നെ നിർത്തണം. പ്രെഡിക്കേറ്റ് നോൺ പ്രെഡിക്കേറ്റ് ആയി. ഐ എന്താണിത്? പർട്ടിക്കുലർ പോസിറ്റീവ് അല്ലെങ്കിൽ പർട്ടിക്കുലർ അഫർമേറ്റീവിലാണ് കിടന്നത്. എനിക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പർട്ടിക്കുലറിൽ തന്നെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കൺക്ലൂഷൻ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് പർട്ടിക്കുലറിൽ തന്നെ നിൽക്കാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്ത റൂളാണ് ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ എന്ത് പറ്റും? പർട്ടിക്കുലർ പോസിറ്റീവ് കിടക്കുന്ന ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തു? പർട്ടിക്കുലർ നെഗറ്റീവിലോട്ടാക്കി. അത്രേ ഉള്ളൂ. അപ്പം എന്ത് പറ്റും? സം എസ് ഈസ് പി എന്നുള്ളത് സം എസ് ഈസ് നോട്ട് നോൺ പി എന്നാവും. ഇപ്പം എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി കാണും. ഈ നോട്ട് നോണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി കാണും. മനസ്സിലായി? സം എസ് ഈസ് നോട്ട് എന്നുള്ളത് ഓൾറെഡി ആ പ്രപ്പോസിഷനുള്ളതാണ്. നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നോൺ, ഒബ്വേർഷൻ്റെ റൂളിലുള്ള സാധനമാണ് ഈ നോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, സം മെൻ ആർ സെൽഫിഷ് എന്ന് പറഞ്ഞു നോക്കേ. സം മെൻ ആർ സെൽഫിഷ്. സം മെൻ ആർ സെൽഫിഷ്. ഇത് എന്തിലാണ് കിടക്കുന്നത്? ഐ പ്രപ്പോസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മെന്നിന് ഒരു ചേഞ്ച് കാണില്ല. പിന്നെന്താ? സെൽഫിഷിന്റെ കോൺട്രഡിക്റ്ററി എടുക്കണം. അപ്പൊ നോൺ സെൽഫിഷ് എന്ന് വരും. സ്റ്റേറ്റ്മെന്റ് ഐയിലാണ്. അപ്പൊ പർട്ടിക്കുലറിൽ തന്നെ എനിക്ക് കളിക്കാൻ പറ്റൂ, എനിക്ക് ഒബ്വേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്ത് പറ്റും സംഭവം? അപ്പൊ പർട്ടിക്കുലർ നെഗറ്റീവ് എടുക്കണം. അപ്പൊ ആര് പറയത്? ഉത്തരം ജയപ്രഭ. ആ, ജയപ്രഭ. Some men are not non-selfish. എന്താണ്? Some men are not non-selfish. ഓക്കെ, സം മെൻ ആർ നോട്ട് നോൺ സെൽഫിഷ്. സം മെൻ ആർ നോട്ട് നോൺ സെൽഫിഷ്.
സം മെൻ ആർ നോട്ട് നോൺ സെൽഫിഷ്. നൈനെ ഓയ് സോഫിയോടാ. ഓക്കെ, ഞാൻ കൺവേർഷൻ മോളെ എഴുതിയേക്കുന്നത് കണക്ക് ഒബ്വേർഷൻ ആണ് കേട്ടോ പഠിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് കയറുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. സോറി, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഒബ്വേർഷൻ ആണ്. ഓക്കെ ഓക്കെ, ഞാൻ അതേ സെയിം പവർ പോയിന്റിൽ തന്നെ ചെയ്തതാണ്. ഓക്കെ, ഒബ്വേർഷൻ ഓഫ് ഓ പ്രപ്പോസിഷൻ ആണ്. ഒബ്വേർഷൻ ഓഫ് ഓ പ്രപ്പോസിഷൻ. ഇനി നമുക്ക് നോക്കി നോക്കാം. ഓ ഓ എന്താണ്? പർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, ആദ്യം സബ്ജക്റ്റ് പോലെ പ്രെഡിക്കേറ്റിന്റെ ഫ്രണ്ടിൽ നോൺ പി, പിന്നെ പർട്ടിക്കുലർ നെഗറ്റീവിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എനിക്ക് പർട്ടിക്കുലറിൽ തന്നെ നിൽക്കാനേ പറ്റൂ. കാര്യം ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യരുത്, ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ പർട്ടിക്കുലർ നെഗറ്റീവ് കിടക്കുന്ന കാര്യം ഞാൻ എന്തോത്തിലോട്ടാക്കണം? പർട്ടിക്കുലർ പോസിറ്റീവിലോട്ട്. അതുകൊണ്ടാണ് സം എസ് ഈസ് നോട്ട് പി എന്നുള്ളത് സം എസ് ഈസ് നോൺ പി എന്നായത്. അപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കൂ. സം സോളിഡ്സ് ആർ ക്രിസ്റ്റൽ. സം സോളിഡ്സ് ആർ ക്രിസ്റ്റൽ എന്ത് വരും? ക്വസ്റ്റ്യൻ അത് ഓക്കെ, നോട്ട് എ ആർ വരുന്നുണ്ട് മാം. എന്താ മോളെ? എന്താണ്? ക്വസ്റ്റ്യൻ അത് നോട്ട് വരുന്നുണ്ട്. സം സോളിഡ്സ് ആർ നോട്ട് ക്രിസ്റ്റൽ എന്നുള്ളത്. യെസ് 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 യെസ്, അതെ, സം സോളിഡ്സ് ആർ നോട്ട് ക്രിസ്റ്റൽ. അയ്യോ സോറി. ഓക്കെ, ചെയ്തു നോക്കാം എങ്ങനെ സം സോളിഡ്സ് ആർ നോട്ട് ക്രിസ്റ്റലിന്. അപ്പൊ എന്ത് വരും ഉത്തരം? Some solids are non-crystal. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് കേട്ടോ. ഞാൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നറിയാം? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. ചുമ്മാതെ എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത്. അപ്പോ ഒബ്വേർഷൻ ക്ലിയർ ആണോ? ഒബ്വേർഷൻ ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയണം. നിങ്ങൾ ചാറ്റ് വായിച്ചിട്ട് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് ചാറ്റ് കാണാൻ പറ്റില്ല. ഓക്കെ, ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യാം. എന്താ ഒബ്വേർഷൻ? ഒബ്വേർഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കൺക്ലൂഷനിലോട്ട് എത്തണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, കൺവേർഷനെ പോലെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്വേർഷൻ എന്ന് പറയുന്നത്. ഒബ്വേർഷനിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ കൺക്ലൂഷനിലും ആ സെയിം സബ്ജക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് നമ്മളുടെ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രെഡിക്കേറ്റ് കാണും. ആ പ്രെഡിക്കേറ്റിന്റെ കോൺട്രഡിക്ടറി എടുക്കണം. ഒന്നുമില്ല, എന്താണോ പ്രെഡിക്കേറ്റ് അതിന്റെ മുന്നിലൊരു നോൺ എന്ന് എഴുതിയാൽ മതി. NON, നോൺ എന്ന് എഴുതുക. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, സെൽഫിഷ് എന്ന് പറയുകയാണെങ്കിൽ പ്രെഡിക്കേറ്റ് സെൽഫിഷ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നോൺ ഇടുമ്പോൾ നോൺ സെൽഫിഷ് എന്ന് വരും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ്? ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 4 പ്രപ്പോസിഷൻസ് അറിയാം. AR ഷാർലി ഓയിസ് നോഫിയോടാ. ഓയിസ് അയ്യോ. ഓക്കെ, ക്വാളിറ്റി ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തേത്. ക്വാളിറ്റി ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ 4 പ്രപ്പോസിഷൻ ഉണ്ട്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഉണ്ട്, യൂണിവേഴ്സൽ നെഗറ്റീവ് ഉണ്ട്, പർട്ടിക്കുലർ അഫർമേറ്റീവ് ഉണ്ട്, പർട്ടിക്കുലർ നെഗറ്റീവ് ഉണ്ട്. അതാണ് AEIO എന്ന് വെച്ച് നമ്മൾ പഠിക്കുന്നത്. അതിലെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഈ പർട്ടിക്കുലർ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. അപ്പൊ എന്ത് ചെയ്യണം? അത് മാറ്റാം. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. അപ്പൊ ചേഞ്ച് ആവും. നാലാമത്തെ എന്താ സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ, യൂണിവേഴ്സൽ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിലൊരു മാറ്റം കാണില്ല. ഇപ്പൊ ക്ലിയർ ആണോ റൂൾസ്? ഓ ജിനു ഓക്കെ. AR ഷാർലി ആണോ? ഓയ് സോഫിയോ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ഇത് തരാൻ. ക്വാളിറ്റി എന്ന് പറയുന്ന ഒന്നുമില്ല. പർട്ടിക്കുലർ ഞാൻ ചോദിക്കാം. യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാലോ. AEIO എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ അറിയാം.
അതിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ട്, നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ട്, സെയിം സാധനം തന്നെ. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റേറ്റ്മെന്റിലെ ഈ IOയിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇല്ലെങ്കിൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. കേട്ടോ? അഫർമേറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതാരാ ചോദിച്ചേ? സഹലയാണോ? ക്ലിയർ ആണോ സഹല? ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഇപ്പോൾ ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എല്ലാ ജഡ്ജിമാരും ലോയേഴ്സ് ആണ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ക്വാളിറ്റി ചേഞ്ച് ചെയ്താൽ എന്ത് പറ്റും? ആ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ടിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ യൂണിവേഴ്സൽ നെഗറ്റീവ് ആക്കും. അപ്പോൾ എന്ത് പറ്റും? നോ ജഡ്ജസ് നൗ. നോ ജഡ്ജസ് നൗ. ഓക്കെ, അത്രേ ഉള്ളൂ. നോ ജഡ്ജസ് നൗ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ ഒബ്വേർട്ട് ചെയ്ത ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒബ്വേർട്ട് ചെയ്ത് വരുന്ന ആൻസർ നോക്ക്. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്ക്. അർത്ഥം ഒന്ന് തന്നെയാണ്. അവരങ്ങനെ മാറ്റില്ല, മീനിങ് മാറ്റില്ല. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ്. നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ് എന്ന് വരും. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് കോൺട്രാപൊസിഷനിലോട്ട് പോവാം. ക്ലിയർ ആണോ? മാം ആ വേർഷനിൽ ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതിന്റെ ഉത്തരം ഒന്നും കൂടി പറയോ? ലാസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. സം സോളിഡ്സ് ആർ നോട്ട് ക്രിസ്റ്റൽ എന്നാണ് വരേണ്ടത്. ഓക്കെ, സം സോളിഡ്സ് ആർ നോട്ട് ക്രിസ്റ്റൽ എന്നായിരുന്നു ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഇപ്പോൾ ഒരു ഓ സ്റ്റേറ്റ്മെന്റിൽ കിടക്കുവാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്തിലോട്ടാണ് വരേണ്ടത്? ഐയിലോട്ടാണ് വരേണ്ടത്. ഐയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അവിടെ? സം സോളിഡ്സ് ആർ നോൺ ക്രിസ്റ്റൽ അത്രയും വരും. ഓക്കെ, സം സോളിഡ്സ് ആർ അപ്പൊ നോൺ ക്രിസ്റ്റൽ. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ ആൻസർ അത് തെറ്റി. വരുന്നത്? ഞാൻ ഇട്ടത് തെറ്റിപ്പോയതാണ്. ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യനിൽ നോൺ ഉണ്ടെങ്കിലും അത് തന്നെയല്ലേ ആൻസർ വരുന്നത്? അതെ. രണ്ട് നോൺ യാ, അങ്ങനെ വരുമോ? രണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് ഫോർമുലയിലുള്ള ഇങ്ങനെയാണോ? ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ സം വരില്ലേ? എസ് ഈസ് അങ്ങനെ നോട്ട് വരില്ലേ? നോൺ പീന്ന്. ആ വരും. അയ്യോ, ഓക്കെ. വരും കേട്ടോ. അതെന്താ? അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, കുറേ പേർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന്റെ കാര്യം എന്താ? ഈ സം എസ് ഈസ് നോട്ട് എന്നുള്ളത് ഓൾറെഡി നമ്മളുടെ ഈ ഓ പ്രപ്പോസിഷനിലുള്ളൊരു സാധനമാണ്. സം എസ് ഈസ് നോട്ട് എന്നുള്ളത് എന്താ? സം നോട്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഓ പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒബ്വേർഷന്റെ റൂളാണ് നോൺ പി എന്നുള്ളത്. ഓക്കെ, നോൺ പി എന്നുള്ളത്. അപ്പൊ രണ്ടും കൂടെ വരും, വിഷയമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ കൺവേർഷനും ഒബ്വേർഷനും ഒക്കെ എങ്ങനെ മനസ്സിലാവുക? ക്വസ്റ്റ്യനിൽ അത് ഉണ്ടാവുമോ? നമ്മൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഓപ്ഷൻസിൽ സത്യത്തിൽ നമ്മൾ ഈ ഒബ്വേർട്ട് ചെയ്ത ആൻസർ അല്ലേ, ഇപ്പോൾ നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ് എന്ന് ഓപ്ഷനിൽ കാണും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ഓപ്ഷനിൽ കാണില്ല. പിന്നെ അതിന് ശേഷം ഒന്ന് ഒബ്വേർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഓപ്ഷനിൽ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവാതാണ്. സിമ്പിൾ, ഈസിയാണ് കേട്ടോ. അത് അത്രേ ഉള്ളൂ. ഈ ലോജിക്കൽ ഇക്വലൻസ് എന്നൊക്കെ ചോദിച്ചവർ വട്ടുപിടിപ്പിക്കും. ഇത് സെയിം സാധനമാണ്, ഒന്നുമില്ല. നിങ്ങളപ്പോൾ അയ്യോ ലോജിക്കൽ ഇക്വലൻസ് ഇത് പഠിപ്പിച്ചില്ലല്ലോ ടീച്ചർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സംഭവം ഇതാണ്, ഒന്നുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്, ഒബ്വേർഷൻ ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ ഒബ്വേർഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഓപ്ഷൻസിൽ ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് ആൻസർ, ഇല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് നോക്കണം, കാണും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് കോൺട്രാപൊസിഷൻ നോക്കാം. ഓക്കെ. കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്കിപ്പോൾ സബ്ജക്റ്റ് എന്തോ പ്രെഡിക്കേറ്റ് എന്തോ എന്ന് മനസ്സിലായി. നമ്മളുടെ സ്റ്റേറ്റ്മെന്റിലൊരു സബ്ജക്റ്റ് കാണും. ഈ സബ്ജക്റ്റിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ്. പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നോൺ പി എന്നുള്ളൊരു സംഭവം. പ്രെഡിക്കേറ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നോൺ പി. ഓക്കെ, നോൺ പി ആയിട്ട് റീപ്ലേസ് ചെയ്യും. സബ്ജക്റ്റിനെ നമ്മൾ നോൺ പി ആയിട്ട് റീപ്ലേസ് ചെയ്യും. പിന്നെ പ്രെഡിക്കേറ്റിനെ നമ്മൾ സബ്ജക്റ്റ് ടേമായിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ ഇത് ക്ലിയർ ആക്കാം, ഒന്നുമില്ല, നിങ്ങളിത് മനസ്സിലാക്കുക. സബ്ജക്റ്റ് ടേമിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. പ്രെഡിക്കേറ്റ് ടേമിനെ നമ്മൾ സബ്ജക്റ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് ക്ലാസ് അല്ലെങ്കിൽ നോൺ ആയിട്ട് റീപ്ലേസ് ചെയ്യും. നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്കൂ. ഫസ്റ്റ് നമ്മുടെ എ പ്രപ്പോസിഷൻ നമുക്കറിയാം, ഓൾ എസ് ഈസ് പി എന്നറിയാം. എന്തായിരുന്നു നമ്മളുടെ റൂള്? ഒന്നുമില്ല, സബ്ജക്റ്റ് ടേമിനെ ആദ്യം എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? പ്രെഡിക്കേറ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പം ഓൾ എസ് ഈസ് പി എന്നുള്ള സംഭവം, എൻ്റെ ലേസർ എന്ത് ചെയ്യുന്ന നോക്കട്ടെ.
ഓക്കെ, ഓൾ എസ് ഈസ് പി എന്നുള്ള സംഭവം. ഇപ്പൊ ഈ എസിനെ എന്തായിട്ടാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്? പ്രെഡിക്കേറ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട അവർ റീപ്ലേസ് ചെയ്തേക്കുന്നത് നോൺ പി ആയിട്ട് വന്ന്. ഇനി പി എന്താണ്? പി എന്ന പ്രെഡിക്കേറ്റിനെ എന്തായിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന്? സബ്ജക്റ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, സബ്ജക്റ്റ് ടേമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം നോൺ പി. സിമ്പിൾ അല്ലേ ഇത് സത്യത്തിൽ? ഓൾ എസ് ഈസ് പി എന്ന് വരുമ്പം ഒന്നുമില്ല, ഓൾ നോൺ പി ഈസ് നോൺ എസ്. ഓൾ നോൺ പി ഈസ് നോൺ എസ്. ഓക്കെ, എന്താ രേഷ്മ, ക്ലിയർ അല്ലേ? മാം രണ്ടിനും നെഗറ്റീവ് കൊടുക്കുമായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? നോൺ എന്താ? പി നോൺ എസ് വന്നിട്ട് അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം, സത്യമായിട്ടും ചെയ്യാം, വിശ്വസിക്കുന്നേ. ഓക്കെ, ഓൾ നോൺ പി ഈസ് നോൺ എസ് എന്ന് വരും കേട്ടോ. അപ്പൊ ഇത് സത്യത്തിൽ പറഞ്ഞാൽ കോൺട്രാപോസിഷൻ ഭയങ്കര ഈസിയാ. എയിലോട്ട് പോകും. ഓക്കെ, എയിലോട്ട് പോകും, ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, നോൺ കൊടുക്കുക രണ്ടിടത്തോട്ട്. എന്താ? ഓൾ എസ് ഈസ് പി എന്നുള്ളത് ഓൾ നോൺ പി ഈസ് നോൺ എസ് എന്നാവും. അപ്പൊ അടുത്ത് നോക്കാം നമുക്ക്. നോ എസ് ഈസ് പി. നോ എസ് ഈസ് പി കുറച്ച് വിഷയമാണ്. ഈനെ നമ്മൾ ഓയിലോട്ടാണ് എടുക്കുന്നത്. ഈനെ ഈ പ്രപ്പോസിഷൻ എന്തോത്തിലോട്ടാണ് പോകുന്നത്? ഓയിലോട്ടായിട്ടാണ് കോൺട്രാപോസിറ്റീവ് ആവുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ പറ്റി പറയാം. നിങ്ങൾക്ക് എന്തുണ്ടായി ഈ ഓയിലോട്ട് പോയത്, എയിലോട്ട് പോയത്, ഇതൊക്കെ കൺഫ്യൂഷൻ കാണും. ഇത് നമ്മൾ എക്സാം ബേസിൽ ഇത് പഠിക്കുക. ഞാൻ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഓയിലോട്ടാണ് പോകുന്നത്. ഈ എന്ന് പറയുമ്പോൾ നോ എസ് ഈസ് പി എന്നുള്ളത് ആദ്യം എന്താ പറയുന്നത്? ഓയിലോട്ട് പോകുമ്പോൾ സം നോട്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. സം നോട്ടിലോട്ട് പോയി പിന്നെ എസ് എന്ത് ചെയ്യും? നമ്മുടെ റൂൾ അനുസരിച്ച് എസിന്റെ എന്താണ് എടുക്കേണ്ടത്? കോംപ്ലിമെന്റ്, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. അപ്പം സം നോൺ പി എന്ന് വന്നു. പിന്നെ പിയുടെ എന്താ എടുക്കേണ്ടത്? പിയുടെയും എസിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. അപ്പം നോൺ എസ് എന്ന് വന്നു. സിമ്പിൾ അല്ലേ? നോ എസ് ഈസ് പി എന്നുള്ളത് സം നോൺ പി ഈസ് നോട്ട് നോൺ എസ് എന്ന് വന്നു. സം നോൺ പി ഈസ് നോട്ട് നോൺ എസ് എന്ന് വന്നു. കോൺട്രാപൊസിഷനിൽ ഇയും ഐയും ഉണ്ടോ? ഇയും എയും എയിൽ നടന്നതാണ് ഇത്. ആളും എയിലോട്ടേ നടക്കും. സംനോട്ടുമല്ലേ ഇത് എന്താ? ചെയ്യുള്ളൂ? എന്താ? ആളും സംനോട്ടും ഓൾ എന്നുള്ള അതായത് സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നെങ്കിൽ ഓൾ എങ്ങോട്ടേ പോത്തോളൂ? ഓളിലോട്ട് മാത്രമേ പോത്തോളൂ കേട്ടോ. അതാണ് സിമ്പിൾ. അത്ര ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഓൾ എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നതെങ്കിൽ അത് ഓളിലോട്ട് മാത്രമേ പോത്തോളൂ. യൂണിവേഴ്സൽ അല്ല, കോൺട്രാപോസിഷൻ ആവോ? ഇയും ഐയും പരിഗണിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താണ്? ഇയും പരിഗണിക്കുമോ കോൺട്രാപൊസിഷനിൽ? എന്താ? എനിക്ക് ക്ലിയർ അല്ല. ഇയും ഐയും അതായത് കോൺട്രാപൊസിഷൻ ഓളും കോൺട്രാപോസിഷൻ സംനോട്ടും മാത്രല്ലേ ഉള്ളൂ. കൺവേർഷൻ ഇയും ഐയും അല്ലേ കൺവേർഷൻ അല്ലേ? അതെ. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. അതായത് സാറിന്റെ ആദ്യത്തെ റെക്കോർഡിങ്സിലൊക്കെ എല്ലാത്തിനും പോസിബിൾ ആണെന്ന്, പിന്നെ അത് സാർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈക്കും ഐക്കും മാത്രമേ കൺവേർഷൻ ഉള്ളൂ, ഓളും സംനോട്ടും മാത്രമേ കോൺട്രാപൊസിഷൻ ഉള്ളൂ എന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞതില് കോൺട്രഡിക്ടറി ആണോ ഇവിടെ കോൺട്രാപൊസിഷൻ വരിക? കോൺട്രഡിക്ടറി പോലെയാണോ? എയും ഓളും സംനോട്ടും നിങ്ങൾ എന്താ പറഞ്ഞ? കൺവേർഷനിൽ എന്ത് പോസിബിൾ ആണെന്നാണ് സാർ പറഞ്ഞതെന്ന്? കൺവേർഷൻ ഓയും. ഈക്കും ഐക്കും മാത്രമേ പോസിബിൾ ഉള്ളൂ. മറ്റേത് ഓൾ എന്ന് പറയുന്നത് ബൈ ലിമിറ്റേഷൻ ആണ്. സം നോട്ട് എന്ന് പറയുന്നത് നോട്ട് വാലിഡ് ആണ്. അപ്പൊ സാറ് ലാസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞത് യെസ്, കറക്റ്റ് ആണത്. കൺവേർഷനിൽ എയില് ലിമിറ്റഡും ഓയില് പോസിബിൾ അല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് കോൺട്രാപൊസിഷൻ അല്ലേ? ഇത് എൻറ്റയർലി ഡിഫറെന്റ്. കോൺട്രാപൊസിഷനിൽ എയിലോട്ടും പോവും, ഓയിൽ എന്ത് സംഭവിക്കും? ഓയിലോട്ടും പോവും, ഈയിൽ ഓയിലോട്ട് പോവും, അതേപോലെ തന്നെ സാറ് പറഞ്ഞത് കോൺട്രാപൊസിഷൻ ഓളിനും സംനോട്ടിനും മാത്രമേ പോസിബിൾ ഉള്ളൂ, മറ്റേത് ഇതാണെന്നുള്ളതാണ്, ഇൻവാലിഡ് ആണെന്നുള്ളതാണ്. ഈയിലും ഓയിലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞോ സാറ്? ഈയിലും ഐയിലും പോസിബിൾ അല്ല, ഓളിലും സംനോട്ടിലും അത് വാലിഡ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണെന്നുള്ളതാണ് പറഞ്ഞത്. ആണോ? എന്നായിരിക്കും കേട്ടോ, സോറി. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും അത് അറിയില്ല എനിക്ക്. ഓക്കെ, വാട്ട് എവർ, ഇത് എന്നാ അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, സം എസ് ഈസ് പി എന്നുള്ളത് നോട്ട് വാലിഡ് ആണ്.
ഓക്കെ, ഞാൻ ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഈന്ന് ഓയിലോട്ടുള്ളത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ചില സമയങ്ങളിൽ അത് എന്താ പറയുക, ചില എക്സാമ്പിൾസിൽ പോസിബിൾ അല്ല. പക്ഷെ എന്ന് പറഞ്ഞത് നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് സാറ് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, കാര്യം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരില്ല, അത് അടുത്ത കാര്യം. പക്ഷെ ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കോൺട്രാപോസിറ്റീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാട്ടെവർ, നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഐയിൽ നടക്കില്ല. ഓക്കെ, ഐയിൽ നടക്കില്ല. ഓയിൽ ഓയിലോട്ട് പോവും, എയിൽ എയിലോട്ട് പോവും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഇതെന്താ കോൺട്രാപോസിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സത്യത്തിൽ ഒബ്വേർഷനും കൺവേർഷനും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് കോൺട്രാപോസിഷൻ ഈസി ആയിരിക്കും. എപ്പോഴും കോൺട്രാപോസിഷനിൽ നടക്കുന്നത്, ആദ്യം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുവാണ്. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ചോ, ആദ്യം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒബ്വേർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൺവേർട്ട് ചെയ്യണം, പിന്നെയും ഒബ്വേർട്ട് ചെയ്യണം. അതായിരിക്കും കോൺട്രാപോസിഷൻ എന്ന് പറയുന്നത് ആൻസർ. ഇപ്പം നിങ്ങൾ കോൺട്രാപോസിഷൻ്റെ മറ്റേ റൂൾസൊക്കെ മറന്നുപോയി. എന്താണ് നമ്മൾ ഈ ഒരു റൂൾസ് ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതെന്നൊക്കെ മറന്നുപോയി. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം ഒരു ഒബ്വേർഷൻ ചെയ്യുക, പിന്നെ ഒരു കൺവേർഷൻ ചെയ്യുക, പിന്നെ ഒരു ഒബ്വേർഷൻ ചെയ്ത് നോക്കുക. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇതായിരിക്കും ആൻസർ വരുന്നത്. ഇപ്പം നോക്കി നോക്ക്, എ പ്രപ്പോസിഷൻ നോക്കി നോക്ക്. എ പ്രപ്പോസിഷനിൽ എന്താ സംഭവിക്കുന്നത്? ഓൾ എസ് ഈസ് പി. ഒബ്വേർഷൻ ചെയ്യുമ്പം ഒബ്വേർഷൻ്റെ റൂൾസ് എന്തൊക്കെയായിരുന്നു? ഒബ്വേർഷൻ്റെ റൂൾസ് സബ്ജക്റ്റ് വെക്കുക, ഒരേപോലെ വെക്കുക, പിന്നെ പ്രെഡിക്കേറ്റിൻ്റെ നോൺ എടുക്കുക, പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു യൂണിവേഴ്സൽ പോസിറ്റീവായിരുന്ന ഒരു കാര്യം യൂണിവേഴ്സൽ നെഗറ്റീവിലോട്ട് പോകും. അപ്പോൾ നമുക്ക് നോ എസ് ഈസ് നോൺ പി എന്നുള്ളൊരു സംഭവം കിട്ടി. പിന്നെ നമ്മളത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും നോ നോൺ പി ഈസ് എസ്. കൺവേർഷൻ്റെ റൂൾസ് ഓർമ്മയുണ്ടോ? കൺവേർഷൻ്റെ റൂൾസ് ഞാൻ ചുമ്മാ പറഞ്ഞു തന്നെ. നിങ്ങൾ ഇൻ കേസ് മറന്നു പോയാൽ, നിങ്ങൾ കോൺട്രാപൊസിഷൻ കണ്ടു കഴിഞ്ഞ് മറന്നു പോയി കഴിഞ്ഞാൽ, ഇതാണ് സത്യത്തിൽ ഒരു കോൺട്രാപൊസിഷൻ എസെൻസ് എന്ന് പറയുന്നത്. ഒരു ഒബ്വേർഷൻ, ഒരു കൺവേർഷൻ, ഒരു ഒബ്വേർഷൻ, ഒരു ഒബ്വേർഷൻ, ഒരു കൺവേർഷൻ, ഒരു ഒബ്വേർഷൻ. അതെത്തുമ്പോഴേക്കും കൺക്ലൂഷൻ എത്തും. എന്ന് പറഞ്ഞാൽ കൺവേർഷൻ്റെ ഇതെന്തായിരുന്നു? ആദ്യം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക, ക്വാളിറ്റി ചേഞ്ച് ചെയ്യരുത്, അതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈയിലാണ് കിടക്കുന്നതെങ്കിൽ എന്തോട്ട് തന്നെയാവും? ഈയിലോട്ട് തന്നെയാവും. ഓക്കെ, അപ്പോൾ കൺവേർഷൻ ചെയ്തു, പിന്നെ വീണ്ടും അത് ഒബ്വേർഷൻ ചെയ്തു. ഒബ്വേർഷൻ ചെയ്തപ്പോൾ നോ നോൺ പീസ് എസ് എന്നുള്ളത്. ഓക്കെ, എന്താ കൺവേർഷനില് സബ്ജക്റ്റില് നോൺ വരുമോ? ഒബ്വേർഷൻ്റെ ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നോൺ കിടക്കുകയാണെങ്കിൽ ആ പ്രെഡിക്കേറ്റിൻ്റെ ആളായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ആ പ്രെഡിക്കേറ്റിൻ്റെ കൂടെ ഉള്ള ഒരാളായിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ കൺവേർഷനിൽ നോൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്താ അവിടെ വരുന്നത്? നോ എസ് ഈസ് നോൺ പി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പിയുടെ അടുത്തുള്ള നോണ് നമ്മൾ പ്രെഡിക്കേറ്റിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈയിലോട്ട് തന്നെയാണ് വരുന്നത്. ഈയിലോട്ട് തന്നെയാണ് കൺവേർഷനിൽ വരുന്നത്. അപ്പോൾ നോൺ പി ഈസ് എസ് എന്ന് വന്നു. പിന്നെ വീണ്ടും ഒബ്വേർട്ട് ചെയ്തു. ഒബ്വേർട്ട് ചെയ്യുമ്പം ഈയിലുള്ളത് എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും എയിലോട്ട് പോകും, യൂണിവേഴ്സൽ അഫർമേറ്റീവിലോട്ട് വരും. അതാണ് ഓൾ നോൺ പി ഈസ് നോൺ എസ് എന്ന് വരുന്നത്. കൺഫ്യൂഷൻ ആയോ? ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ രീതിയിൽ പോയാൽ മതി. ഓക്കെ, ഇത് മറന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കോൺട്രാപൊസിഷൻ കിട്ടുന്നില്ല, പക്ഷെ നമ്മൾ കൺവേർഷനും ഒബ്വേർഷനും ഭയങ്കര ക്ലിയർ ആണ്, സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഒരു ഒബ്വേർഷൻ, ഒരു കൺവേർഷൻ, ഒരു ഒബ്വേർഷൻ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഒരു ഒബ്വേർഷൻ, ഒരു കൺവേർഷൻ, ഒരു ഒബ്വേർഷൻ, അപ്പോഴത്തേക്ക് കൺക്ലൂഷനിലോട്ട് വരും. കോൺട്രാപൊസിഷൻ കൺഫ്യൂഷൻ അടുപ്പിച്ചോ നിങ്ങളെ? ഇതെന്താ വെച്ചാൽ ഈ ഒരു കേസ് ലിമിറ്റഡ് ആണ്. ചില എക്സാമ്പിൾസിൽ പോസിബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കാം സാർ അങ്ങനെ പറഞ്ഞത്. ഞാൻ അത് കണ്ടില്ല കേട്ടോ, ആ ഒരു ക്ലാസ്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വന്നിട്ട് ഞാൻ പറയാം എന്ത് പറ്റിയെന്ന്. എന്തെങ്കിലും കാര്യം കാണും, കാര്യം കാണാണ്ട് സാർ അങ്ങനെ പറയില്ല. ഓക്കെ, സം എസ് ഈസ് പി എന്നുള്ളത് നോട്ട് വാലിഡ് ആണ്. എന്താ ആ ചാറ്റിൽ എന്താ പറയുന്നതെന്നൊന്ന് സഹല ഒന്ന് പറയോ കുട്ടികൾ, ഫ്രണ്ട്സ്? സഹല ഇല്ലെങ്കിൽ ആരെങ്കിലും? സൈനബ് ആ ജിനു ഒന്ന് പറയൂ. ജിനു, എന്താണ് പ്രശ്നം അവിടെ?
ഒരു എക്സാമ്പിളില് വെച്ച് ഞാനിപ്പോ ജസ്റ്റ് ചെയ്ത് നോക്കി അതൊന്ന് കറക്റ്റ് ആണോന്ന് പറയുന്നു സർ. ആ നേരത്തെ സെന്റൻസ് എടുത്തു, ഓൾ ജഡ്ജസ് ആർ ലോയേഴ്സ് എടുത്തു. ഉം, അതിനെ ആദ്യം ഒബ്വേർട്ട് ചെയ്തു, അപ്പൊ നോ ജഡ്ജസ് ആർ നോൺ ലോയേഴ്സ് എന്ന് വന്നു. ഉം. പിന്നീട് കൺവേർട്ട് ചെയ്തപ്പോ നോ നോൺ ലോയേഴ്സ് ആർ ജഡ്ജസ് എന്ന് വന്നു. നോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ എന്താ കിടക്കുന്നത്? ഈയിലോട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഓക്കെ. നോ നോ നോൺ നോൺ യെസ് യെസ് ലോയേഴ്സ് യെസ്. ആർ ജഡ്ജസ്. ആ അതിനുശേഷം വീണ്ടും ഒബ്വേർട്ട് ചെയ്തപ്പോ നോൺ ലോയേഴ്സ് ആർ നോൺ ജഡ്ജസ് എന്ന് വന്നു. അങ്ങനെയാണോ? ഇല്ല, ഒബ്വേർട്ട് ചെയ്യുമ്പം നോ മാറും, ഓൾ ആവും. ഓക്കെ ആ അപ്പൊ കറക്റ്റ് ആയില്ലേ? നമ്മൾ ഉത്തരത്തിലോട്ട് വന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്താൽ മതി. മീൻസ് ഇൻ കേസ് നിങ്ങൾ മറന്നുപോയാട്ടോ, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഒരു എസെൻസ്. കോൺട്രാപ്പൊസിഷൻ എന്ന് പറയുന്നത് ഒബ്വേർഷൻ്റെയും കൺവേർഷൻ്റെയും ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പം നിങ്ങൾ ഒബ്വേർഷനും കൺവേർഷനും പക്ക ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ തന്നെ പഠിച്ചേക്കുക. എയിലോട്ട് പോവും, ഓ ഓക്കെ, നിങ്ങളത് എന്താ വെച്ചാൽ നിങ്ങളുടെ രീതിക്ക് വിടുക. ഐ നടക്കില്ല, ഓയിലോട്ട് പോവും. ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കാമോ കോൺട്രാപ്പൊസിഷൻ? ബാക്കി നോ എസ് ഈസ് പി എന്നൊന്ന് ചെയ്ത് നോക്കേ. നോ എസ് ഈസ് പി, നോ എസ് ഈസ് പി കോൺട്രാപ്പൊസിഷൻ ഒന്ന് ചെയ്ത് നോക്കേ. എന്തുത്തരം വരും എന്ന്? അയ്യോ, ഉത്തരം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോ എസ് ഈസ് പി എന്നുള്ളത് നിങ്ങൾ ആദ്യം ഇപ്പം ഞാൻ പഠിപ്പിച്ചു തന്ന സംഭവം വെച്ച് ചെയ്ത് നോക്ക്. ഇപ്പം നിങ്ങൾക്കൊരു ആൻസർ കിട്ടിക്കാണും. കോൺട്രാപ്പൊസിഷൻ വെച്ച് സാറ് പഠിപ്പിച്ച രീതിയിൽ ഇപ്പോൾ ഒരു ആൻസർ കിട്ടിക്കാണും. അത് സാർ പറഞ്ഞത് പോസിബിൾ അല്ല, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഓക്കെ, പോസിബിൾ ആവും, ചില സമയങ്ങളിൽ അത് പോസിബിൾ ആണ്. ഓക്കെ, ചെയ്ത് നോക്കിക്കഴിഞ്ഞാണ് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒബ്വേർഷൻ കൺവേർഷൻ ചെയ്ത് നോക്ക്. കാര്യം അപ്പം നമ്മൾ ഒബ്വേർഷനും കൺവേർഷനും പക്ക ക്ലിയർ ആവും ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കും. അപ്പോൾ നോ എസ് ഈസ് പി ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് ഒബ്വേർട്ട് ചെയ്യണം, അതിനുശേഷം പിന്നെ ഒന്ന് കൺവേർട്ട് ചെയ്യണം, പിന്നെ അതിന് ശേഷം വീണ്ടും ഒബ്വേർട്ട് ചെയ്യണം. രാജീനു ഒന്ന് പറയേ. നോക്കി പറഞ്ഞാലും മതി. ചാറ്റ് ഇപ്പൊ കിട്ടിയില്ല, ചാറ്റിലെ കുട്ടികൾ എന്താ പറയുന്നത് നോക്കി പറഞ്ഞാലും മതി. ആദ്യം എന്താ ചെയ്യണ്ടേ? ഒബ്വേർട്ട് ചെയ്യണം. നോ എസ് എസ് പി ഒന്ന് ഒബ്വേർട്ട് ചെയ്ത് നോക്കേ. ഒബ്വേർഷൻ ഭയങ്കര ഈസിയാ. ഒബ്വേർഷൻ എന്ത് ചെയ്യാ? യൂണിവേഴ്സിൽ തന്നെ നിന്നാൽ മതി. ക്വാളിറ്റി മാറ്റി കൊടുക്കുക, പ്രെഡിക്കേറ്റിന്റെ നോൺ എടുക്കുക, സബ്ജക്റ്റും അവൻ അതേപോലെ തന്നെ. അതിന്റെ വേർഷൻ ഓൾ SSP ആവോ? ഓൾ എസ് ഈസ് ഓൾ എസ് ഈസ് ഓൾ എസ് ഈസ് ഓൾ എസ് ഈസ് നോൺ പി. നോൺ മറന്നുപോയോ? ഒബ്വേർഷന്റെ മെയിൻ ഓൾ എസ് ഈസ് നോൺ പി. ഓക്കെ, ഗുഡ്. ഇനി എന്ത് ചെയ്യണം? ഒബ്വേർഷൻ വന്നു കഴിഞ്ഞു. ഇനി എന്താ അടുത്ത്? കൺവേർഷൻ ചെയ്ത് നോക്കി. അത് തന്നെ ഓൾ എസ് ഈസ് നോൺ പി കൺവേർഷൻ ചെയ്ത് നോക്കൂ. അപ്പൊ സം ബാക്കി സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യണം. സം നോൺ എസ് നോൺ പി ആണ്. സം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ സം ഒന്നും കൂടെ നോക്കി നോക്ക്. സം നോൺ വിടരുത്. നമ്മുടെ നോണിനെ വിടരുത്. നോൺ നമ്മളുടെ ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഉള്ള ഒരാളാ. പിയുടെ അടുത്ത് തന്നെ, പിയുടെ സ്വന്തം ആളാ. അപ്പം സം നോൺ പി ഇസ് നോൺ എസ്. Some P is not known as. അതെങ്ങനെ വന്നു? കൺവേർഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺവേർഷൻ എങ്ങനെയാ ചെയ്യണേ നമ്മൾ? കൺവേർഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റൂള് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക. പിന്നെന്തായിരുന്നു റൂള്? ആരാ റൂൾ എന്ന് പറയുന്നത്? ഇന്റർചേഞ്ച് ചെയ്യണം. എ ഐയിലോട്ട് പോകണം. അപ്പോൾ ഐയിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിലോട്ട് വരണം? സമ്മ് വരണം. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾ എസ് ഈസ് നോൺ പി എന്നാണ് നമ്മൾ
കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ നോൺ പി എന്നുള്ളതാണ് ഇപ്പുറത്തോട്ട് വരുന്നത്. അപ്പോൾ സം നോൺ പി ഈസ് ടൈപ്പ് ചെയ്ത് കാണിക്കോ? എന്താ? ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കോ? ഉം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ? നോ എസ് ഈസ് പി. ആദ്യം ചെയ്തത് എന്താ? ഒബ്വേർഷൻ ചെയ്തു. എന്ത് വന്നു? ഓൾ എസ് ഈസ് നോൺ പി. എങ്ങനെ വന്നത് ഇത്? ആര് പറഞ്ഞുതരും? ജസ്ല ഒന്ന് പറയാമോ ഇതെങ്ങനെ വന്നേ? അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ചേഞ്ച് ചെയ്യുന്നില്ല, ക്വാളിറ്റി ഇന്റർചേഞ്ച് ചെയ്യുന്നു. സിമ്പിൾ. എന്നിട്ട് എന്താ പ്രെഡിക്കേറ്റിന്റെ അടുത്ത് എന്തോ എടുത്തു നമ്മള്? അവിടെ നോൺ ചേർത്തു. പ്രെഡിക്കേറ്റിന്റെ അവിടെ നോൺ ചേർത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒബ്വേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യാൻ പോവാ. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നേ? കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സം എ ഐയിലോട്ട് വരണം. സം പിന്നെ ഇന്റർചേഞ്ച് ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നോൺ പി ഈസ് എസ്. എന്ത് പറ്റി കൺഫ്യൂഷൻ വന്നേ? സം നോൺ പി ഈസ് എസ്. ഇപ്പൊ ക്ലിയർ ആണോ? കൺവേർഷൻ ചെയ്തു. ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത് നമുക്ക്? പിന്നെ നമ്മൾ ഒബ്വേർഷൻ ചെയ്യണം. ഒബ്വേർഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഐയിലാണ് കിടക്കുന്നത്. ഐയിൽ ഒബ്വേർഷൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു തന്നെ. ഐയിൽ ഒബ്വേർഷൻ എങ്ങനെയാ? ആരാ പറയാ ഒബ്വേർഷൻ ഐയിൽ എങ്ങനെയാ? ഇല്ലല്ലോ. ഐയിൽ Daily ഒബ്വേർഷൻ valid ഇല്ലേ? അല്ലല്ലോ. വാലിഡ് അല്ലല്ലോ. ഐയിലോ? ഒബ്വേർഷൻ എല്ലാത്തിലും പോസിബിൾ ആണ്. ആ ഐയിലപ്പോ എങ്ങനെയാ? ഐയില് സം നോട്ട്. ആ എങ്ങനെ വരും അപ്പോ? സമ്മ് ആയിട്ട് വരും. അതായത് ആ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ എന്താ സംഭവിക്കുന്നേന്ന്. എന്ത് പറ്റും? സം സം and non p is not known Known as. as. നോൺ എങ്ങനെ വന്നെന്ന് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടോ? നോ എസ് ഈസ് പി എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒബ്വേർട്ട് ചെയ്തു. ഒബ്വേർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? ഒന്നുമില്ല. യൂണിവേഴ്സിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ അഫോർമേറ്റീവ് എടുക്കുക, പിയുടെ ഫ്രണ്ടിൽ നോൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത് കൺവേർട്ട് ചെയ്യുക. എ എങ്ങോട്ടാണ് പോകുന്നത്? ഐയിലോട്ടാണ് പോകുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ? ഇന്റർചേഞ്ച് ചെയ്യണം. സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പം സം നോൺ പി ഈസ് എസ് എന്ന് വന്നു. പിന്നെ അതിന് ശേഷം ഒബ്വേർട്ടാണ് ചെയ്യേണ്ടത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ഐയിലാണ് കിടക്കുന്നത്. ഐ എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോസിറ്റീവാണ്. നമുക്ക് എങ്ങോട്ടാണ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി മാറരുത്, പർട്ടിക്കുലറിൽ തന്നെ നമുക്ക് നിൽക്കണം. അപ്പോൾ പർട്ടിക്കുലർ എന്തിൽ വരണം? നെഗറ്റീവിലോട്ട് വരണം. പർട്ടിക്കുലർ പോസിറ്റീവ് കിടക്കുന്നതിൽ പർട്ടിക്കുലർ നെഗറ്റീവിലോട്ടാക്കണം. അങ്ങനെയാണ് ആ സംഭവം വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? സം നോൺ പി ഈസ് നോട്ട് നോൺ എസ് എന്ന് വരും. ഓക്കെ, ഒബ്വേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ നോൺ എസ് എന്ന് വന്നത്. അതിനി കൺഫ്യൂഷൻ ആണോ? നമ്മൾ സത്യത്തിൽ ഈ എസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടാണ് എസ് എന്ന് നമ്മൾ ഇടേണ്ടി വന്നത്. സത്യത്തിൽ അവിടുത്തെ പ്രെഡിക്കേറ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ആ എസിന്റെ ഫ്രണ്ടിൽ നോൺ വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയായെന്ന് തോന്നുന്നു. അടുത്തൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത താനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ക്ലിയർ ആവുമായിരിക്കും. അടുത്ത ഏതാ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്? പറയേ. ഇല്ലെങ്കിൽ നിങ്ങൾ താനെ ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ ചെയ്ത് നോക്ക്. ഓൾ എസ് ഈസ് പി എന്നുള്ളത് ഒന്നുകൂടെ ചെയ്ത് നോക്ക്. ഇത് കഴിയുന്നിടത്തോളം കൺവേർഷനും ഒബ്വേർഷനും കോൺട്രാപൊസിഷനും സെറ്റ് ആവണം. ഓൾ എസ് ഈസ് പി എന്നുള്ളത് ചെയ്ത് നോക്കെ. ഒന്നുകൂടെ പറയണേ. കോൺട്രാപൊസിഷൻ ആണോ മാം ചെയ്യേണ്ടത്? ആ കോൺട്രാപൊസിഷൻ. മറ്റേ ഈസി ആയിട്ട് ചെയ്യണ്ട. ഈസി ആയിട്ട് നമുക്ക് അറിയാം ഓൾറെഡി. എന്താ ഈസി ആയിട്ട്? എയിലോട്ടാവും. പിന്നെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് നോൺ കൊടുത്താൽ മതി. ഓൾ നോൺ പി ഈസ് നോൺ എസ് എന്ന് നേരെ വരും. ആ ഇത് ആദ്യം ഒബ്വേർഷൻ, പിന്നെ കൺവേർഷൻ, പിന്നെ ഒബ്വേർഷൻ. ഇത് ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് മൂന്നും ക്ലിയർ ആവില്ലേ? നിങ്ങൾ എക്സാമിൽ നമ്മുടെ സംഭവം തന്നെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് കിട്ടാൻ.
മറ്റേത് തന്നെ യൂസ് ചെയ്താൽ മതി. കോൺട്രാപ്പൊസിഷൻ്റെ സെയിം എയിലോട്ട് തന്നെ പോവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാലോ, എയിലോട്ട് പോവും. പിന്നെ എസിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം, പിയുടെ കോംപ്ലിമെൻ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. റീപ്ലേസ് ചെയ്യണം. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇത് നോക്കി നോക്ക്. ഇത് ആദ്യം ഒബ്വേഷൻ ചെയ്യണം, കൺവേർഷൻ ചെയ്യണം, ഒബ്വേഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ഓൾ no എസ് സി നേരത്തെ ചെയ്ത് no S നോക്കരുത്, is non P സ്വന്തമായിട്ട് ചെയ്ത് എന്നല്ലേ നോക്കണം. മാം വരിക? എന്താ സെൽഫി? Obversion no S is non P എന്നല്ലേ വരിക? ഓൾ എസ് സീസ് പി എന്നുള്ളത് ഒബ്വേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? No S is non P എന്ന്. ആ മിടുക്കി, അതെ അതെ അതെ. നോ എസ് ഈസ് നോൺ പി. നോക്കാം. അപ്പം ഒരാൾ ഉത്തരം പറഞ്ഞു. നോ എസ് ഈസ്, അയ്യോ, നോ എസ് ഈസ് നോൺ പി. നോക്കി പറയല്ലേ, താനേ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി പറയരുത്. നോ എസ് ഈസ് നോൺ പി. അടുത്ത വീണ്ടും കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ എന്താ സംഭവിക്കുന്നത് കൺവേർഷനിൽ? സം സമോ No. എന്താ No ഇതെന്താ ഞാൻ ചെയ്യാൻ non പോണേ? P is ഞാൻ കൺവേർഷനല്ലേ S. ചെയ്യാൻ പോന്നേ. No non P is S. എങ്ങനെയാ ദൃശ്യം വന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കേ. അത് അതായത് conversion സബ്ജക്റ്റും അല്ലേ? പ്രെഡിക്കേറ്റ് ആ. സബ്ജക്റ്റും സൈൻ അപ്പ് പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യണം. സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ക്വാളിറ്റിയിൽ മാറ്റം ചേഞ്ച് ചെയ്യുന്നു. ക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല. കൺവേർഷൻ ചെയ്യുമ്പോൾ നോ തന്നെയാണ്. അത്രേ ഉള്ളൂ. ഈ ഏറ്റവും കൺവേർഷനിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് സിമ്പിൾ കൺവേർഷൻ. ഈ ഈലോട്ടേ പോത്തോളൂ, ഈലോട്ടേ പോത്തോളൂ. ഈലൊന്നും വേറെ സംഭവിക്കുകയില്ല. എന്താ ചെയ്ത് കൊടുക്കണം നമുക്ക്? പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത് പേടിക്കേണ്ട. മനസ്സിലായില്ല. കൺവേർഷൻ ആ ഓളിനല്ലേ കൺവേർഷൻ ചെയ്യണേ? ഒബ്വേർഷൻ ചെയ്ത് വെച്ചാ അല്ല, നമ്മൾ ഇവിടെ വന്നില്ലേ, ഇതിനെയാണ് ഈ സംഭവത്തിനെയാണ് നമ്മൾ അടുത്ത പിന്നെ കൺവേർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് തെറ്റിയത്. ഇതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇതിനെയാണ് നമ്മൾ ഒബ്വേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ ആണോ? അതാണ് തെറ്റിപ്പോയെ. നമ്മൾ ഏതാണോ ഉത്തരം വരുന്നത് അതാണ് പിന്നെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നോൺ പി എസ് എന്ന് പറഞ്ഞു നോക്കേ. മാം കോൺട്രാപൊസിഷന്റെ ഒരു റൂള് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യോ എക്സാമ്പിള്? ഏത് റൂളാണ്? ഈ കൺവേർഷൻ ഒബ്വേർഷൻ അത് വെച്ചിട്ടാണോ? ഒബ്വേർഷൻ അങ്ങനെ കൺവേർഷൻ 2-3 സ്റ്റെപ്പ് ചെയ്യാതെ ഒറ്റ ഇത് പറഞ്ഞില്ലേ, കോൺട്രാപൊസിഷന്റെ ഫസ്റ്റ് പറഞ്ഞില്ലേ? ഒന്നുമില്ല. ആദ്യം പറഞ്ഞു. എയിലോട്ട് ഇപ്പൊ ഇത് തന്നെ നോക്കൂ. ഓൾ എസ് ഈസ് പി എന്നുള്ളത് കോൺട്രാപൊസിഷന്റെ റൂൾ വെച്ച് തന്നെ ചെയ്ത് നോക്കേ. ഓൾ എസ് ഈസ് പി എന്നുള്ളത് ചെയ്ത് നോക്കിയ ഒന്ന്. എന്തായിരുന്നു എയുടെ റൂൾ? ഓൾ നോൺ പി All. ഓൾ നോൺ പി ഈസ് നോൺ എസ്. കോൺട്രാപൊസിഷൻ എങ്ങനെ വന്നത്? ഓളിൽ തന്നെ ആയിരിക്കും. എയിലോട്ട് സബ്ജക്റ്റ് തന്നെയാണ് പോകുന്നത്. പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക, രണ്ടിന്റെയും കോംപ്ലിമെന്ററി എടുക്കുക. എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മള് ഇപ്പൊ എസ് എവിടാ? ഈ എസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ നമ്മൾ സബ്ജക്റ്റ് റീപ്ലേസ് ചെയ്യണം. പ്രെഡിക്കേറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് പ്രെഡിക്കേറ്റിലേക്ക് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. സിമ്പിൾ. പിന്നെ അടുത്ത ഈ പീനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ എന്നിട്ട് കോംപ്ലിമെന്റ് രണ്ടിന്റെയും കോംപ്ലിമെന്ററി എടുക്കണം. സിമ്പിൾ. കണ്ടോ? അത്രേ ഉള്ളത്. ഇപ്പൊ ക്ലിയർ ആണോ കാവ്യേ? ഒന്നുമില്ല. കോൺട്രാപൊസിഷൻ എന്ന് ക്ലിയർ പറയുന്നത് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അടുത്തത് ഈയുടെ ഞാൻ വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ എല്ലാരും പറയുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ നിങ്ങളിത് പഠിച്ചു വെക്കൂ. ഓക്കെ, നോ എസ് ഈസ് പി എന്നുള്ളത് എന്ത് വരും? ഈ ഓയിലോട്ട് പോകും. എന്തുകൊണ്ടാണ് ഈ ഓയിലോട്ട് പോയത്? ഈ ഈലോട്ട് എന്താ വരാത്തെന്ന് വെച്ചാൽ ഈ ഈലോട്ട് വന്നു കഴിഞ്ഞാൽ മീനിങ് മാറും. ഇപ്പൊ നമ്മൾ ഈ നോ എസ് ഈസ് പി എന്നുള്ളതും സം നോൺ പി ഈസ് നോട്ട് നോൺ എസ് എന്നുള്ളതും സത്യത്തിൽ ഒരേ മീനിങ് ആണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വേറെ എന്തോത്തിലോട്ടോ പോവുകയാണെങ്കിലും നമ്മളുടെ മറ്റേ എസൻസ് ഉണ്ടല്ലോ, ഒബ്വേർഷൻ കൺവേർഷൻ ഒബ്വേർഷൻ, അത് മാറും. അതുകൊണ്ടാണ് ഈ ഓയിലോട്ട് മാത്രം മാറുന്നത്. പിന്നെ ഇത് ലിമിറ്റഡ് ആണ്. ചില എക്സാമ്പിൾസിലൊന്നും പോസിബിൾ അല്ല. എന്തോ സാർ അങ്ങനെ പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്ത്. എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ അത് നോക്കിയിട്ട് പറയാം അതിനെ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഇങ്ങനെയാണ് പഠിച്ചത്. ഈ ഓയിലോട്ട് പോകും. ഓക്കെ,
ഐയില് പോസിബിൾ അല്ല. ഐയില് പോസിബിൾ അല്ല. ഓ ഓയിലോട്ട് തന്നെ പോവും. ഓ ഓയിലോട്ട് തന്നെ പോവും. എന്താ കാവ്യ ചാറ്റിൽ എന്താ വരുന്നേ? ആർക്കെങ്കിലും എവിടെ കൺഫ്യൂഷൻ കാവ്യേ? എല്ലാവർക്കും ക്ലിയർ ആണോ? എയിലോട്ട് പോ. ഓക്കെയാണ്. ആ എ ക്ലിയർ ഇയിലോട്ട് ക്ലിയർ ആണ് പോലെ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. എ ഇയിലോട്ട് പോലെ. ഇല്ല പോവില്ല. ഈ ഇയിലോട്ട് പോയി കഴിഞ്ഞാൽ മീനിങ് മാറും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു റൂള് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് അവർ ഇയിലോട്ട് പോകാൻ പറ്റില്ല. എയിലോട്ട് മാത്രമേ പോകൂ. നിങ്ങൾ ഓൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കണ്ട് കോൺട്രാപ്പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അത് ഓളിലോട്ടുള്ള ഓപ്ഷനിലേ കാണും അതിന് ഉത്തരം. കേട്ടോ? അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഓൾ എന്നാണെങ്കിൽ ഓള് തന്നെ ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. നോണും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ മാം, എവിടെ ആയിരുന്നു? ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യും നമ്മൾ? ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ ഞാനൊന്ന്. എന്നാ മാം ആപ്പിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരുമോ? എനിക്ക് 2 മണി വരെ ടൈമുള്ളൂ. ഞാൻ നോക്കട്ടെ, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ നോക്കി നോക്കട്ടെ, ചെയ്ത് നോക്കി തരാം. ഇപ്പോ എവിടെയായിരുന്നു? കോൺട്രാപ്പൊസിഷൻ തന്നെ. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. അയ്യോ, അത് പോസിബിൾ അല്ലല്ലോ. പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേണം അല്ലേ? നോ ഡോഗ്സ്. ഈ ഓയിലോട്ട് പോസിബിൾ അല്ല എന്ന് പറയുന്നതിന് മീനിങ് ഇല്ലാത്തതുകൊണ്ടാണോ? മീനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ആ ഒരു റൂൾ ഉണ്ടല്ലോ, ആ ഒരു നോൺ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. നോൺ ഇട്ട് കൊടുത്ത ഒരു തരത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ ലോജിക്കലി വാലിഡ് ആവില്ല. അതുകൊണ്ടാണ് ഇല്ലാണ്ടായിപ്പോ. എന്ന് പറഞ്ഞാൽ പ്രിഡിക്കേറ്റിന് സബ്ജക്റ്റിന് യാതൊരു ബന്ധവും ഇല്ലാതായിപ്പോ. അങ്ങനെ ഒരു വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് വേറെ ഏത് ഇട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇയിലോട്ടാക്കിയിട്ട് ആ സ്റ്റേറ്റ്മെന്റും ഈ വരുന്ന കൺക്ലൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇല്ലെങ്കിൽ ആ കൺക്ലൂഷനായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കണം. തകരാറുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങോട്ട് വരാത്തത്. എയിലോട്ടുള്ളതാണ് പോസിബിൾ കൂടുതലും. ഓക്കെ, നിക്കേ. ഓൾ ഡോഗ്സ് ആർ കാറ്റ്സും അതൊക്കെ സിമ്പിൾ സാധനങ്ങൾ. നോ ഓൾ ഫിലോസഫേഴ്സ് ചെറിയത് നോക്കാം നമുക്ക്. ഓൾ ഫിലോസഫേഴ്സ് ആർ സ്മാർട്ട്. ചെയ്ത് നോക്കേ. ഓൾ ഫിലോസഫേഴ്സ് ആർ സ്മാർട്ട്. കോൺട്രാപ്പൊസിഷൻ ചെയ്ത് നോക്ക്. ഓൾ ഫിലോസഫേഴ്സ് ആർ സ്മാർട്ട്. നിങ്ങളുടെ ആദ്യത്തെ ടെക്നിക്ക് എന്താ? നാദിയ. ഓൾ അപ്പോൾ ഓൾ നോൺ ഫിലോസഫേഴ്സ് ആർ നോൺ സ്മാർട്ട് എന്നാ വരിക. All non-smart are All non-philosopher. non-smart are non-philosophers. അതെ 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 അതെ. ഇനി മറ്റേ വെച്ചിട്ട് ഇതാണ് ഉത്തരം വരുന്നത്. ഇതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, കൺവേർഷൻ അല്ല, ഒബോഷൻ, കൺവേർഷൻ, ഒബോഷൻ, ഒബോഷൻ, കൺവേർഷൻ, ഒബോഷൻ. ആദ്യം ഒബോഷൻ ചെയ്യൂ. ഫസ്റ്റ് ഒബോഷൻ. അത് ഏത് ചെയ്യണ്ട മാം? ഈ ഓൾ ഓൾ ഫിലോസഫേഴ്സ് ഫിലോസഫേഴ്സ് ആർ സ്മാർട്ട് എന്നുള്ളത് ഒബോഷൻ ചെയ്യണം. ഒബോഷൻ ചെയ്യണം. നോ ഫിലോസഫേഴ്സ് ആർ നോൺ സ്മാർട്ട്. ഗുഡ്. നോ ഫിലോസഫേഴ്സ് ആർ നോൺ സ്മാർട്ട്.
ഓക്കെ, ആദ്യം നമ്മൾ ഒബോട്ട് ചെയ്തു. ഇനി അടുത്തത്, ഇനി ഇതാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് No non-smart are philosophers. നോ നോൺ സ്മാർട്ട് ആർ ഫിലോസഫേഴ്സ്. ഓക്കെ, നിക്ക് ചെയ്യട്ടെ. ഗുഡ് ജിസ്. ജിസ് എന്നാണോ പേര്? ജിസ്, കൊള്ളാം. ഓക്കെ, നോക്കാം. നോ നോ നോൺ നോ നോൺ എന്താ പറയൂ? Smart. നോ നോൺ സ്മാർട്ട് ഈസ്, അയ്യോ ഇത് കൺവേർഷൻ അല്ലേ മാം? അപ്പോ നോ അത് അവിടെ predicate നമ്മൾ എസും പി, അതായത് നമ്മൾ പി ആദ്യം പ്രെഡിക്കേറ്റും സബ്ജക്റ്റും ചേഞ്ച് ചെയ്യണ്ടേ കൺവേർഷൻ? യെസ്, അതാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. ഇതപ്പോ നോ ഫിലോസഫേഴ്സ് ആർ നോൺ സ്മാർട്ടില് ഫിലോസഫേഴ്സ് ആണ് എന്ത് സബ്ജക്റ്റും, പ്രെഡിക്കേറ്റ് ആണ് നോൺ സ്മാർട്ടും. അപ്പൊ അത് നമ്മളുടെ കൺവേർഷന്റെ റൂൾ അനുസരിച്ച് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് വരും? നോ നോൺ ഫിലോസഫർ. എ ഐ ആവുമ്പോലെ ഇവിടെ ആ ചേഞ്ച് വരൂലേ? നോ മാറൂലേ? നോ സമ്മാവില്ലേ? എങ്ങനെയാ നോ സമ്മാവണേ? കൺവേർഷനിൽ നോ സമ്മാവുമോ? നോ നോ റൂള് ആയിട്ട് തന്നെ നിൽക്കും. നോ 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 ആയിട്ട് തന്നെയല്ലേ നിക്കണേ? ആണ്, നോ നോ ആയിട്ടാ നിക്കുന്നേ. നീ കൂടെ ഡൗട്ട് അടിപ്പിക്കും. ഇതാണ് ഞാൻ സ്വന്തമായിട്ട് എക്സാമ്പിൾ ഇടാത്തത്. നോ ഫിലോസഫേഴ്സ് ആർ നോട്ട്സ് ആർ നോൺ സ്മാർട്ട്. അവിടെ കൺവേർട്ട് ചെയ്യല്ലേ മാം? അപ്പം കൺവേർട്ട് ചെയ്യല്ലേ മാം? ശരിയാണല്ലോ, അപ്പോ കൺവേർട്ട് സബ്ജക്റ്റ് ചെയ്യും. ആദ്യം ചെയ്തല്ലേ അപ്പൊ കറക്റ്റ്? യെസ് മാം. അതെ മാം. നോ നോൺ സ്മാർട്ട്. ദൈവമേ, നോ നോൺ സ്മാർട്ട് ആർ ഫിലോസഫേഴ്സ്. ഇനി പ്ലീസ്, ഇതാണ് കറക്റ്റ്. ഇനിയും കൂടി ഇനി കൺഫ്യൂഷൻ ഇരിക്കുന്നത്. നോ നോൺ സ്മാർട്ട് ആർ ഫിലോസഫേഴ്സ്. ഓക്കെ, ഇനി അടുത്ത പറയൂ. ഇനി നമ്മൾ എന്ത് ചെയ്യൂ? അവിടെ എങ്ങനെ നോ? All non-smart are non-philosopher. ഓൾ Non-smart are non-philosopher. ഇവിടുത്തെ ഉത്തരം എന്തായിരുന്നു? ഇവിടുത്തെ നമ്മൾ കോൺട്രാപോസിറ്റീവ് നേരെ ചെയ്യുമ്പം ഓൾ അതന്നെ, all ആ non-smart കണ്ട. are ഇപ്പൊ non-philosopher. നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്തത്. ഓക്കെ, തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറുക്ക് വഴി നമ്മൾ നോക്കണം. ഓക്കെ, ഓൾ നോൺ സ്മാർട്ട് ആർ നോൺ ഫിലോസഫേഴ്സ്. അപ്പൊ തെറ്റിയില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ അല്ലേ? എന്റെ സമയം കഴിയാറായടാ. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി. നിങ്ങൾ അല്ലാണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. മാം ആ എന്താ കൺവേർഷന്റെ റൂൾസ് ഒന്ന് കാണിക്കും. കൺവേർഷനിൽ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് നോണ് വന്നത്? നമ്മൾ ഫസ്റ്റിൽ കൺവേർഷൻ ചെയ്തപ്പോ നമ്മള് നോ എസ് ഈസ് പി എന്നുള്ളത് നോ പി ഈസ് എസ് എന്നല്ല വരുന്നത്. നമ്മളെ നോ എസ് ഈസ് ഇപ്പോ ഓൾ എസ് ഈസ് പി എന്നുള്ളത് നോ എസ് ഈസ് നോൺ പി എന്നാവും. ഓൾ എസ് ഈസ് പി എന്നുള്ളത് നോ എസ് ഈസ് നോൺ പി എന്നാവും. പിന്നെ നമ്മളപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നോ നോൺ പി ഈസ് എസ് എന്ന് വരും. അപ്പോൾ പറഞ്ഞ പോലെ നോ നോൺ എനിക്ക് ഇവിടെ മാം സ്മാർട്ട് ഈ എന്ന് വരും. നോൺ എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റിന്റെ കൂടെയുള്ള വാക്കത്. പ്രെഡിക്കേറ്റിന്റെ വാക്കുകളാണ്. ആ വാക്ക് അതാണ്. നോണ് വാക്കാണ്. വരുമ്പോ നമ്മൾ ഒബ്സർവേഷനിലല്ല അത് കൊടുക്കുള്ളൂ. നോണെന്ന് വരുമ്പോ അത് ഒബ്സർവേഷനിലല്ല നോണെന്ന് വരുന്നുള്ളൂ. കൺവേർഷനിൽ ഞങ്ങളോട് നോൺ സാറ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഫസ്റ്റ് നോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യരുത് എന്നുള്ളതാണ് സാർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പൊ അതായിരിക്കും ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. ഈ ഒരു നോണ്
ഫസ്റ്റില് സബ്ജക്റ്റിൽ എങ്ങനെ വരും എന്നുള്ളതാണ്. ഒബ്വേഷനിൽ അത് വരുന്നില്ലല്ലോ. എടാ ആ നോൺ ഒരു എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ നോൺ നമ്മളിപ്പം ഒബ്വേഷന്റെ ആണ് സ്വന്തമായിട്ട് നോൺ എന്ന് പറയുന്നത്, അതിന്റെ റൂളിലുള്ളതാണ് നോൺ. പക്ഷെ വേറെ ക്വസ്റ്റ്യനിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ അത് നോണ് ഈ പീയുടെ സ്വന്തമായിട്ട് അങ്ങ് എടുത്താൽ മതി. നിങ്ങൾ പീയുടെ കൂടെ ഉള്ള ഒരാൾ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ വേറെ ഒന്നും ഇങ്ങനെ പോണ്ട, നിങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട. നോണ് ആ പീയുടെ അടുത്തുള്ള അല്ലെങ്കിൽ ആ വാക്ക് എന്ത് വാക്കാണെങ്കിലും അതിന്റെ കൂടെ ഉള്ളൊരു ആളെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കൺവേർഷൻ ചെയ്യുക, ഒബ്വേഷൻ ചെയ്യുക അങ്ങനെയാണോ വരുത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇല്ല, പാറ്റേൺ നിങ്ങളുടെ പോലെ ചെയ്യണം. ഇപ്പോ കോൺട്രാപൊസിഷൻ ആണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ആദ്യം നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം. അയ്യോ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇപ്പൊ ഒരു ഇങ്ങനത്തെ കൺവേർഷൻ, ഒബ്വേഷൻ, കോൺട്രാപൊസിഷൻ എന്നൊരു മാം ക്വസ്റ്റ്യൻ വന്നു. ഇതിലധികം ലോജിക്കൽ ഈക്വലൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ക്വസ്റ്റ്യൻ വരിക? വരുന്നത് അതെ, ലോജിക്കൽ അതെ അതെ. ഇക്വലൻസ് എന്നായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ലോജിക്കൽ ഇക്വലൻസ്. അപ്പൊ നിങ്ങൾ വേറെ ചിന്തിക്കരുത്, ഇത് കൺവേർഷൻ, ഒബ്വേഷൻ, കോൺട്രാപൊസിഷൻ എന്നുള്ളതാണ് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം. കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നേരെ ഡയറക്റ്റ് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഉത്തരം. ഇല്ല, അതില്ല, അപ്പൊ നമ്മൾ അടുത്ത് ഒബ്വേർട്ട് ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് ഒബ്വേർട്ട്. ഇനി ഇത് രണ്ടും ഇല്ല എന്നാണെങ്കിൽ അത് കോൺട്രാപൊസിഷൻ ആയിരിക്കും. അപ്പൊ അത് കോൺട്രാപൊസിഷനിൽ ഇട്ട് നോക്കുക, ഉത്തരം കിട്ടും. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കും കോൺട്രാപൊസിഷനിൽ ഈ ഒബ്വേഷൻ, കൺവേർഷൻ, ഒബ്വേഷൻ അങ്ങനെ ചെയ്യണോ, പാടല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, മറ്റേത് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എ ഇ ഒ അതിൽ പോസിബിൾ മാം അല്ല. പറഞ്ഞ കണക്ക് എല്ലാം ചെയ്തു നോക്കണമെങ്കിൽ മാം പറഞ്ഞ മെത്തേഡല്ലേ കറക്റ്റ്? ആദ്യം ഒബ്വേഷൻ അതെ, ചെയ്യുക, അതാണ് കറക്റ്റ്. പിന്നെ അതാണ് ഞാൻ കൺവേർഷൻ പറഞ്ഞേ, ചെയ്യുക. ഞാനും അങ്ങനെയാണ് ചെയ്യണേ. ഞാൻ ഈ ഒബ്വേഷൻ, കൺവേർഷൻ, ഒബ്വേഷൻ, അപ്പൊ നമ്മൾ ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും. മനസ്സിലായോ? നമുക്ക് കോൺട്രാപൊസിഷൻ ഇഗ്നോർ ചെയ്യാമല്ലോ, ഇത് രണ്ടും ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാപൊസിഷൻ അത്ര ഇങ്ങനെ മെമ്മറിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഒബ്വേഷനും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ പോരെ. ഒരു ഒബ്വേഷൻ ചെയ്യാം, ഒരു കൺവേർഷൻ ചെയ്യാം, ഒരു ഒബ്വേഷൻ ചെയ്യാം, അങ്ങനെ അപ്പൊ ചെയ്ത് കൊടുത്താൽ മതി. തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് നമ്മ ആദ്യം ഒബ്വേഷൻ ഒബ്വേഷൻ ചെയ്തിട്ട് ചെയ്ത് അതിലുണ്ടോ നോക്കണം. നോക്കാൻ, നോക്കണം. എന്നിട്ട് അപ്പൊ നേരെ ഇല്ലെങ്കിൽ ആൻസർ പിന്നെ കിട്ടുവാണെങ്കിൽ കൺവേർഷൻ ചെയ്തിട്ടുണ്ടോ നോക്കാന്, അതെ, അതും ഇല്ലെങ്കിൽ മറ്റേ ഒരു ഒബ്വേഷനും ഒബ്വേഷൻ കൂടെ ചെയ്ത് ചെയ്തിട്ട് നോക്കണം. നോക്കാൻ. ഒരു ആ ഒബ്വേഷനും ഓക്കെ കൂടെ ചെയ്ത് നോക്കണം. അപ്പൊ കോൺട്രാപൊസിഷൻ ആണ്. പക്ഷെ മാം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ആദ്യം ഒരു ഒബ്വേഷൻ എടുത്തു, പിന്നെ ആ ഒബ്വേഷന്റെ കൺവേർഷൻ അല്ലേ പിന്നെ രണ്ടാമത് നമ്മൾ എടുക്കണേ? എഴുതി വെക്കണം, നമ്മൾ എഴുതി വെക്കണം. നമ്മൾക്ക് ആ വർക്ക്ഷീറ്റിൽ നമ്മൾ ഓക്കെ എഴുതി ഓക്കെ. വെക്കണം. പക്ഷെ ശരിക്കും ആൻസറിൽ കൺവേർഷന്റെ ആൻസർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ കൺവേർഷൻ തന്നെ എടുക്കണ്ടേ? അപ്പോഴല്ലേ കൺവേർഷൻ അത് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു എന്താ പറയാ, ഒരു നമ്മൾ ഒബ്വേഷൻ ചെയ്യുമ്പോഴേ ഇത് അങ്ങോട്ടല്ല എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് കൺവേർട്ടും കൂടെ ചെയ്ത്, കൺവേർട്ടിന് വലിയ സമയം എടുക്കില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും ഉത്തരം നേരെ കിടക്കും കൺവേർഷൻ. ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. മാം നമുക്കൊരു ഇത് സ്ലൈഡ് വരും. കാണിക്കോ? ഏതാണ്? ഒബ്വേഷൻ, കൺവേർഷൻ, ഒബ്വേഷൻ എന്ന് പറയുന്ന സ്ലൈഡ് കാണിക്കോ? ആ ഒരു മെത്തേഡ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനിയിപ്പം ആര്യ മാം ഓട്ടിക്കും. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ PVQ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ് ഞാൻ സത്യമായിട്ടും വരുവാണെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് PVQ ക്വസ്റ്റ്യനും കൊണ്ടുവരും. പേടിക്കണ്ട. എനിക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും. ഓക്കെ, ഇത് നോക്കൂ. ഒബ്വേഷൻ, കൺവേർഷൻ, ഒബ്വേഷൻ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. മറ്റേത് നിങ്ങൾ മറക്കുവാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കത്തില്ല, എനിക്കിങ്ങനെ കിട്ടില്ല. ഇപ്പൊ നമ്മളവിടെ ഇരിക്കുമ്പോൾ ഒന്നും നമ്മുടെ മൈൻഡിൽ പോവില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇതങ്ങ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇതങ്ങ് ചെയ്ത് നോക്കുക. നമുക്കൊരു പരിധിയില്ലേ പഠിക്കുന്നതിന്. അയ്യോ, വീണ്ടും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ശരിയായില്ലേ? പോട്ടെ. കോൺട്രാപൊസിഷൻ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കോ? നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എപ്പോഴാ? ഏതാ കോൺട്രാപൊസിഷന്റെ സ്ലൈഡ്? ഇതാണോ? അതല്ല മാഡം, തൊട്ടു മേലത്തെ നമ്മൾ AIOK. ഇതോ? ഇതാണോ? മാം താങ്ക് യു. ഓക്കെ ഓക്കെ.
ഓക്കെ. മാമിന് സമയമുണ്ടോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാന്? മാമിന് സമയമില്ല, മാമിനെ ഇപ്പൊ ഓട്ടിക്കും. അപ്പൊ ഞങ്ങൾ ഡൗട്ട് തീർത്തിട്ട് അടുത്ത മാം ഇതിന്റെ ക്ലാസ്സിൽ ലൈവ് ക്ലാസ് ഇനി കിട്ടോ? വേറെ വരുമോ? വരുവച്ചാ എനിക്ക് പറ്റണം, ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാം, റിസർച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ദീപാവലി വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ FRS റൂം ഷെഡ്യൂൾ ചെയ്ത് തന്നത്. ഇങ്ങനെ ഡേറ്റ് നോക്കി അവൈലബിൾ ആയി നോക്കിയത്. എനിക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരാം. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഒക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. കേട്ടോ? നിങ്ങൾ പറയുന്ന കണക്ക് തലയൊന്നും പുകയ്ക്കേണ്ടോ സജീറ, സോറി തല പുകച്ചെങ്കിൽ. ഓക്കെ, ഒന്നുമില്ല, നോക്കാം നമുക്ക്. ഞാൻ അടുത്ത വട്ടം വരുവാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് വരാം. നോക്കാം. PYQ ഡിസ്കഷൻസ് ഒരെണ്ണം ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. ഇതിൻ്റെ തന്നെ PYQ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? പ്രാക്ടീസ് ചെയ്താൽ ശരിയാവില്ല മാം. പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. നിങ്ങൾക്കിപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി. കാര്യം ഞാൻ കഴിഞ്ഞ വട്ടം പഠിച്ച് കൺവേർഷൻ പഠിച്ച് നിങ്ങളിപ്പം പക്ക ക്ലിയർ ആയി കൺവേർഷൻ. അപ്പോൾ ഇന്ന് ഇതും കൂടെ ഒന്നും കൂടെ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളൊന്നും കൂടെ ഒന്ന് നോക്കി വെക്കുക. അതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ തന്നെ ഇത് ഈസിയാണ്. നമ്മൾ ഈ മാത്സിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ, ആ സംഭവം സെയിം സംഭവം ഇതിൽ കിട്ടും. ചെയ്ത് നോക്കാം, കിട്ടും, ഈസിയാണ്. സബ്ജക്റ്റ് ഏതാ? ഞാൻ ഫിലോസഫിയാണ്, എൻ്റെ സബ്ജക്റ്റാണ് ഇത്, ലോജിക്ക്. ഓക്കെ, ലോജിക്കൽ റീസണിങ് ഞങ്ങളുടെ ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.